എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു വലിയ സെല്ലിനെ ലക്ഷ്യമാക്കി ഒരു പൂച്ച അതങ്ങനെ നടന്നു വരാണ്. അത് നടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കീ അതെടുത്ത് ഇപ്പൊ ഒരു സെല്ല് അത് ഓപ്പൺ ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാര് അവരെല്ലാവരും പുതിയ മിഷൻ അത് കിട്ടാനായിട്ട് മിഷൻ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. സാറയുടെയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ബൊറൂട്ടോയെ നോക്കി ചിരിക്കും. കാരണം കഴിഞ്ഞ മിഷന്റെ മാപ്പ് അത് ബൊറൂട്ടോ എവിടെയോ വെച്ച് മറന്നുപോയി. ബൊറൂട്ടോ പറയും, ഒറ്റ തവണയല്ലേ എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റിയുള്ളൂ, അതിന് ഇത്രയും ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ക്ലാസ് റെപ്പ് അവൻ അവിടേക്ക് വരും. അവരുടെ ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ബൊറൂട്ടോ എന്തോ ഒരു മണ്ടത്തരം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ബൊറൂട്ടോ പറയും, ഹായ് അസ്രപ്പ്, നിനക്ക് സുഖം തന്നെയല്ലേ? അതിനവള് പറയും, ഞാനിപ്പോ നിന്റെ വെറും ഫ്രണ്ടാണ്, ക്ലാസ് റെപ്പ് ഒന്നും അല്ല. അത് കഴിഞ്ഞ് ഇപ്പൊ വസാമി, നാമിഡ, സമയര് അവർക്ക് 3 പേർക്കും ഇപ്പൊ മിഷൻ കൊടുക്കുകയാണ്. മിഷൻ മറ്റൊന്നുമല്ല, ഒരു സൂവിലുണ്ടായിരുന്ന കുറച്ച് ആനിമൽസ് അവറ്റകളെ കാണാനില്ല, അവരെ കണ്ടുപിടിക്കുക എന്നതായിരിക്കും അവർക്കിപ്പൊ കിട്ടിയ പുതിയ മിഷൻ. ടീമിന്റെ ക്യാപ്റ്റൻ അത് മറ്റാരുമല്ല, ഹനാബിയാണ്. ഉടനെ ഹനാബി പറയും, വാവ്, ഇതൊരു അടിപൊളി മിഷനാണ്, തീർച്ചയായിട്ടും നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ആ മിഷൻ കൊടുക്കുന്ന ലേഡി അവൾക്കും ഒരുപാട് സന്തോഷാവും. കാരണം ബറൂട്ടോയും ടീമും അവർക്ക് എപ്പോഴൊക്കെ അവൾ മിഷൻസ് കൊടുക്കുന്നുണ്ടോ അപ്പോ ഒക്കെ അവർ കംപ്ലൈൻസ് മാത്രമാണ് ഇത്രയും കാലവും പറഞ്ഞിരിക്കുന്നത്. അനാബി ആണെങ്കിൽ ആ സ്ക്രോൾ എടുത്ത് വായിക്കും. അപ്പൊ അവൾക്ക് പിടികിട്ടും, ഒരു പാർക്കിലുണ്ടായിരുന്ന കുറച്ച് ആനിമൽസ് അവറ്റകളെ മുഴുവൻ ആരോ തുറന്നു വിട്ടിരിക്കുകയാണ്. അവറ്റകളെല്ലാം തന്നെ ജനിച്ചതും വളർന്നതും ആ പാർക്കിൽ തന്നെയാണ്. സോ പുറത്തേക്ക് പോയ അവരുടെ ലൈഫിന് തന്നെയാണ് അത് ഏറ്റവും വലിയ അപകടം. ഹനാബി പറയും, നമ്മൾ വേണം ഇനി അവറ്റകളെ മുഴുവൻ കണ്ടെത്തി തിരികെ അവിടേക്ക് എത്തിക്കാൻ. സോ നിങ്ങൾ ഇപ്പൊ തന്നെ അതിനുള്ള അന്വേഷണം അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് വരും. ഹനാബി ആണെങ്കിൽ ഇപ്പൊ സായിയുടെ അടുത്തേക്ക് വരും. സായി ചോദിക്കും, എന്തു പറ്റി, പുതിയ മിഷന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. കാസ്രപ്പ് അവളിപ്പോ ഈ ടീമുമായിട്ട് ഓക്കെ ആണോ? അതിനവള് അതെ, കുഴപ്പമൊന്നുമില്ല, അവളും മറ്റുള്ള സ്റ്റുഡൻസിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അതിനുശേഷം അവളും സായും അവർ രണ്ടുപേരും അങ്ങനെ നടന്നു പോവാണ്. സായി പറയും, നീ ഒറ്റൊരാൾ കാരണമാണ് ആ ക്ലാസ് റെപ്പ് അവളിപ്പോ നന്നായിട്ട് മുൻപോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാരണവശാലും ആ ഗോസു ടെണ്ണിനെ കുറിച്ചുള്ള കാര്യം നീ മറക്കരുത്. അവളെക്കുറിച്ച് ഇനിയും സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അവളുടെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതിനവള് പറയും, ഇല്ല, എല്ലാ കാര്യങ്ങളും ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്. സായ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ അവള് അവളുടെ ഫ്രണ്ട്സിനോട് പറയും. അവരിതൊക്കെ വളരെ ജോളിയായിട്ട് എടുത്ത് നല്ലൊരു ടീമായിട്ട് മാറും. പക്ഷേ നിന്റെ ഒരു ശ്രദ്ധ അതെപ്പോഴും അവർക്ക് മേലെ ഉണ്ടാവണം. ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് അവരെ 3 പേരെയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പൊ സായി അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ആ ക്ലാസ് റെപ്പ് അവൾക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നൊന്നും അറിയില്ല. അവൾക്ക് അവളുടെ കാര്യങ്ങള് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഞാനെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയും? അങ്ങനെ പറഞ്ഞ അവരെന്നെ മാറ്റി നിർത്തോ? ഒരു പക്ഷേ അവർക്ക് എന്നോട് ദേഷ്യം തോന്നോ എന്നൊക്കെ ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല, ആദ്യം നമുക്ക് ഈ ഒരു മിഷൻ അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളും അവളുടെ ഫ്രണ്ട്സിനെ തേടി ഇപ്പൊ കാട്ടിലേക്ക് വരും. ക്ലാസ് റെപ്പ് പറയും, ഉറപ്പായിട്ടും നമുക്ക് അവറ്റകളെ കണ്ടുപിടിക്കാൻ കഴിയും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഈ കാട്ടിൽ തന്നെ എവിടെയെങ്കിലും അവറ്റകൾ ഉണ്ടാവും. വസാബിക്കാണെങ്കിൽ ടെൻഷനാവും, ആരാണാവോ അവറ്റകളൊക്കെ തുറന്നു വിട്ടത്? എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള മിഷൻസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. അതിന് ക്ലാസ് റെപ്പ് പറയും, കുഴപ്പമില്ല, നമ്മൾ 3 പേരും ഇപ്പൊ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവറ്റകളെ കണ്ടെത്താം. ഉടനെ ക്ലാസ് റെപ്പ് സുമേരെ അവളിപ്പോ അവളുടെ ബാഗ് തുറന്ന് കുറച്ച് ഡ്രസ്സ് പുറത്തേക്ക് എടുക്കും. ആ ഡ്രസ്സൊക്കെ കണ്ട് ബാക്കി 2 പേരും ഇപ്പൊ ആകാംക്ഷയോട് കൂടെ അവളുടെ അടുത്തേക്ക് വരും. സുമേര് പറയും, ഇത് ആനിമൽസിനെ പോലെയുള്ള ഒരു ഡ്രസ്സാണ്, ഇത് ഇടുകയാണെങ്കിൽ ഒരു കാരണവശാലും അവറ്റകൾക്ക് നമ്മളെ മനസ്സിലാവില്ല, വളരെ എളുപ്പത്തിൽ അവറ്റകളെ കണ്ടുപിടിക്കാനും പിടിക്കാനും ഒക്കെ തന്നെ സാധിക്കും. സുമേറിനാണെങ്കിൽ കുറച്ച് ടെൻഷനാവും. ഇനി ഒരു പക്ഷേ അവർക്ക് ആ ഡ്രസ്സ് അത് ഇഷ്ടപ്പെടാതിരിക്കുമോ ചിന്തിച്ച് അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവർ 2 പേരും ആ ഡ്രസ്സ് എടുത്തിടും. വാവ്, ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഡ്രസ്സ് അത് ഒത്തിരി ഇഷ്ടമായി, നമുക്കിപ്പോൾ തന്നെ കുട്ടികളെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോവാന്ന് അവര് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണിന് ഭയങ്കര സന്തോഷാവുകയാണ്. അവർ 3 പേരും ഇപ്പോൾ ഉഷാറായിട്ട് ആ കാട് മുഴുവൻ ഓടിയും ചാടിയും
ഓരോരോ ആനിമൽസിനെ ആയിട്ട് പിടിക്കുകയാണ്. 90% ആനിമൽസിനെയും അവർ പിടിച്ച് കൂട്ടിലടയ്ക്കും. ഇനി 3-4 കൂടെ മാത്രമേ അവർക്ക് കിട്ടാനായിട്ട് ബാക്കിയുള്ളൂ. നാമയുടെ ആണെങ്കിൽ ഇപ്പൊ അതിൽ അവശേഷിക്കുന്ന 2 മുയലുകളെ കാണും. ഉടനെ വസാബി പറയും, അതിൽ ആൺമുയലിനെ ഞാൻ പിടിക്കാം, പെൺമുയലിനെ നീ പിടിക്കണം. അത് പറഞ്ഞ് അടുത്ത സെക്കൻഡ് വസാബി അവൻ ആൺമുയലിനെ പിടിക്കും. ഉടനെ പെൺമുയലാണെങ്കിൽ ഇപ്പൊ വസാബിയുടെ കാല് കടിച്ചു പറിക്കുകയാണ്. വേദന കൊണ്ട് അവൻ ആൺമുയലിനെ വലിച്ചെറിയും. അതിന് കറക്റ്റായിട്ട് ക്ലാസ് റെപ്പ് ക്യാച്ച് ചെയ്യും. മുയലിനെ നവാമയും ക്യാച്ച് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു 3 പേരും ഒരുപാട് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുകയാണ്. പക്ഷെ വസാബിക്ക് മാത്രം ആ മൊയലിന്റെ കടി കിട്ടിയതുകൊണ്ട് തന്നെ നല്ല മൂഡ് ഓഫ് ആണ്. അവൻ മാറി ഒരു ഭാഗത്ത് പോയിരിക്കും. ഉടനെ ക്ലാസ് റെപ്പ് പറയും, നമ്മളിനി എത്രയും പെട്ടെന്ന് അവസാനമായി ബാക്കിയുള്ള ആ കൊരങ്ങൻ അതിനെ കൂടെ പിടിക്കണം. അതിനെ പിടിക്കാൻ കുറച്ച് റിസ്ക് ആണ്, പക്ഷെ എങ്ങനെയെങ്കിലും അതിനെ കൂടെ പിടിച്ചേ പറ്റൂ. അല്പസമയം കഴിയുമ്പോ ഇപ്പൊ വസാബി അവൻ ഫുൾ കലിപ്പില് നാമിയുടെ അടുത്തേക്ക് വരും. സത്യം പറ, എന്റെ ഓംലെറ്റ് അതെടുത്തത് നീയല്ലേ? അതിനവള് പറയും, അയ്യോ അല്ല അല്ല, ഞാൻ കഴിച്ചത് എന്റെ ഓംലെറ്റ് ആണ്, നിന്റെ ഓംലെറ്റ് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതേസമയം ഇവിടെ ക്ലാസ് ഹെഡ് പെണ്ണ് അവൾ ദൂരത്തായിട്ട് അവർക്ക് അവസാനം പിടിക്കാനുള്ള ആ ഒരു കൊരങ്ങനെ കാണും. അവള് പറയും, ഓംലെറ്റ് എടുത്ത് മറ്റാരുമല്ല കൊരങ്ങനാണ്. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കുകയാണെങ്കിൽ അതിന് പിടിക്കാൻ കഴിയില്ല. സോ എത്രയും പെട്ടെന്ന് നമുക്കതിനെ പിടിക്കണം. ഉടനടി വസാബി അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ചിപ്സും ഒക്കെ ഉപയോഗിച്ച് ഒരു പൂച്ചയെ പോലെ ആയിത്തീരും. അതിനുശേഷം സ്മെല്ല് ചെയ്ത് ഇപ്പൊ കൊരങ്ങന്റെ പിന്നാലെ തന്നെ ഉഷാറായിട്ട് ഓടുകയാണ്. വസാബി അവന്റെ ഫുൾ ഫോഴ്സിൽ ഓടി ഓൾമോസ്റ്റ് ആ കൊരങ്ങന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവന്റെ എനർജി ഡ്രെയിനായി അങ്ങനെ അടിച്ചു വീഴുകയാണ്. നാമിട പറയും, എനിക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ വസാബി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ പറയും, എനിക്ക് തന്നെ അതിനെ പിടിക്കാൻ കഴിയും. നാമിടയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര വിഷമാവും. അവൾ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് ഓടുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹനാബി അവളാണെങ്കിൽ ഇപ്പൊ ഓടി ഓടി വന്ന് അവർക്ക് അവസാനം പിടിക്കാനുള്ള ആ ഒരു കൊരങ്ങൻ അതിനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കുതിച്ചു പായും. മറ്റൊരു ഭാഗത്ത് ആ കൊരങ്ങൻ അതാണെങ്കിൽ ഇപ്പൊ ചാടി ചാടി നാമിടയുടെ തൊട്ടടുത്തെത്തും. ഇതാണ് പറ്റിയ അവസരം, ഞാൻ തന്നെ അതിനെ പിടിക്കുമെന്ന് പറഞ്ഞ് നാമിടെ ആണെങ്കിൽ അതിനെ പിടിക്കാൻ തയ്യാറാവും. അടുത്ത സെക്കൻഡ് അവൾ ആ കൊരങ്ങനെ ചാടി പിടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവളുടെ തൊട്ടു മുൻപില് ഒരു വോൾഫിനെ അവൾ കാണുക. അതേസമയം ഇവിടെ വസാബിയും ക്ലാസ് ഹെഡും അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവര് നാമിടയുടെ നിലവിളി അത് കേൾക്കുക. അത് കേൾക്കേണ്ട താമസം ക്ലാസ് റെപ്പ് അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. അപ്പൊ അവള് കാണും ഒരു വലിയ വോൾഫ് അത് നാമിടയെ ഓടിക്കുകയാണ്. ക്ലാസ് റെപ്പ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു വുൾഫിന്റെ മുൻപിൽ കയറി അങ്ങനെ നിൽക്കും. അവൾക്ക് വേറെ വഴിയില്ലാതെ ഇപ്പൊ ആ ന്യൂ ആനിമലിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാണ്. അത് പുറത്തേക്ക് വരേണ്ട താമസം ആ വുൾഫിന്റെ ബോഡിയിലെ ചക്ര പവർ അബ്സോർബ് ചെയ്യും. ഇവിടെ നാമിടെ ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. കറക്റ്റ് ടൈമില് അവരുടെ ഹെഡ് വസാബി എല്ലാവരും അവിടേക്ക് വന്ന് ഇപ്പൊ ആ ഒരു വുൾഫിനെ അറഞ്ച പുറഞ്ച അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ അവരെല്ലാവരും ചേർന്ന് അതിനെ ദശ തിരിപ്പിച്ച് അതിന്റെ ബോഡിയിൽ പേപ്പർ ബോംബൊക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം നാമിഡ അവളുടെ എക്കോ പവർ വെച്ച് അങ്ങനെ അലറുകയാണ്. ആ ഒരു അലർച്ചയില് ആ അനിമലിന്റെ ബോഡിയിലുണ്ടായിരുന്ന പേപ്പർ ബോംബുകള് അതൊന്നൊന്നായി പൊട്ടിത്തെറിച്ച് അതവിടെ ചത്തു വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നവാബിയും നാമിടയും അവർ രണ്ടുപേരും വഴക്കൊക്കെ മറന്ന് ഒന്നു ചേരും. ക്ലാസ് റെപ്പ് ആണെങ്കിൽ ഇപ്പൊ ആ ന്യൂ ആനിമലിന്റെ കാര്യവും അവളുടെ എല്ലാ സീക്രട്ടുകളും അവരോട് പറയും. അത് കേട്ട് നാമിടയും വസാബിയും അവർ രണ്ടുപേരും ചിരിക്കും. അവര് പറയും, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ന്യൂ ആനിമൽ ഉപയോഗിച്ച് നീയാണ് നമ്മുടെ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്തതെന്നും അതിനുശേഷം നിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ചിപ്സു അത് റിലീസ് ചെയ്ത് നീ നോർമലായ കാര്യവും ഒക്കെ ഞങ്ങൾക്കറിയാം. അത് കേട്ട് അവൾക്ക് ഒരുപാട് വിഷമായി അവൾ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ അവർ രണ്ടുപേരും അവളെ ചേർത്ത് പിടിക്കും. അതേസമയം അവരുടെ മാസ്റ്റർ അവിടേക്ക് വന്ന് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇപ്പൊ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. മാസ്റ്റർ പറയും, ആ ഒരു വലിയ ആനിമൽ അതിനെ തടയാനാണ് ഞാൻ അവിടേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും എന്റെ സ്മാർട്ട് ആയിട്ടുള്ള നിങ്ങൾ 3 സ്റ്റുഡൻസും ചേർന്ന് അതിന്റെ കഥ കഴിച്ചു. എനിക്കിപ്പോ നിങ്ങളെ ഓർത്ത് അഭിമാനമാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവരിപ്പോ ഗ്രാമത്തിലേക്ക് തിരികെ വരും. റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച്
അവരിപ്പോൾ ചുനിയൻ എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ 3 പേരും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ ടീം ഈ ചുനിയൻ എക്സാമിൽ പാസ്സാവണം. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ബൊറൂട്ടോ ചോദിക്കും, നിങ്ങൾ വലിയൊരു വോൾഫിനെ കീഴ്പ്പെടുത്തിയോ? ഇത്രയും പവറൊക്കെ നിങ്ങൾക്കുണ്ടോ? അതിന് വസാബി പറയും, ഉണ്ട്, ഞങ്ങളതിനെ വളരെ സിമ്പിളായിട്ട് കീഴ്പ്പെടുത്തി. അത് കേട്ട് ബൊറൂട്ടോയും മീറ്റ്സുകയും വണ്ടടിക്കും. ആ ഗ്യാപ്പിൽ ആ കൊരങ്ങൻ അവരുടെ സ്നാക്സ് മുഴുവൻ എടുത്ത് തിന്നുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.